പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം മനുഷ്യരുടെ ഇടയിലെ നിന്ദയെ മാറ്റുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് തുണ ചെയ്തു തന്നിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷത്തെ കുറിച്ച് നമുക്കറിയാം. ലൂക്കോസ് സുവിശേഷത്തിന്റെ എഴുത്തുകാരൻ ലൂക്കോസാണ്. ജാതിയിൽ നിന്ന് രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന വ്യക്തിയാണ് ലൂക്കോസ്. വൈദ്യ ജോലിയിൽ നിന്നും രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന വ്യക്തിയാണ് ലൂക്കോസ്. അതായത് ഒരു ഡോക്ടറിന്റെ സ്ഥാനത്ത് നിന്നും യേശുവിനെ അറിഞ്ഞപ്പോൾ ആ ദൈവസ്നേഹത്തിലേക്ക്, സുവിശേഷത്തിലേക്ക്, ദൈവനാമ മഹത്വത്തിനായി, ദൈവത്തിന്റെ കർത്താവിന്റെ ശിഷ്യനായി താൻ വേർതിരിക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസിനെ കുറിച്ച് സംബോധന ചെയ്യുന്നത് വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്നാണ്. അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസിനെ അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത്. ലൂക്കോസ് വിശേഷം എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് AD 60 പൗലോസിന്റെ 1ാമത്തെ റോമൻ കാരാഗ്രഹവാസകാലത്ത് റോമിൽ വെച്ച് ഇത് എഴുതപ്പെട്ടു എന്ന് വേദ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസിന്റെ സഹയാത്രക്കാരനായിരുന്നു ലൂക്കോസ്. ലൂക്കോസ് തന്റെ ജീവിതത്തിൽ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നുള്ളവനും വിവാഹം കഴിയാത്തവനും അങ്ങനത്തെ വ്യക്തിയായിരുന്നു ലൂക്കോസ്. 84ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ ദൈവം തന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിച്ചു നിത്യതയിൽ പ്രവേശിക്കപ്പെട്ട വ്യക്തിയാണ് ലൂക്കോസ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മനുഷ്യന്റെ ഇടയിലെ നിന്ദയെ മാറ്റി മാനിക്കുന്നതയുമാണ്. ലൂക്കോസ് വിശേഷത്തിൽ വൈദ്യനായ ലൂക്കോസ് 1-ാം അധ്യായത്തിൽ മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ദയെ നീക്കിയ ആ കുടുംബത്തെ ദൈവം വിടുവിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഈ 1-ാം അധ്യായത്തിൽ തിരുവചനത്തെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗം, ആ വചനത്തിൽ ആ നാളുകളിൽ തന്റെ ജീവിതത്തിൽ ആ നാളുകൾ കഴിഞ്ഞിട്ടും സക്കറിയാവിനും എലിസബത്തിനും തലമുറകൾ ലഭിക്കുന്നില്ല. പക്ഷേ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ജീവിതത്തിൽ മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ദയെ നീക്കി. എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, മനുഷ്യന്റെ ഇടയിൽ നിന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന നിന്ദിക്കുന്ന വാക്കുകൾ, നിന്നെ ഏതു ബലഹീനയാണോ മനുഷ്യൻ നിന്നെ നോക്കി പറഞ്ഞു പരിഹസിക്കുന്നുവോ, നിന്നെ നോക്കി വിധിക്കുന്നുവോ, മനുഷ്യന്റെ ഇടയിലെ സംസാരങ്ങളെ, നിന്നെ നിന്ദിക്കുന്ന വാക്കു പറഞ്ഞ്, നിന്നെ പരിഹസിക്കുന്ന വാക്കു പറഞ്ഞ്, നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വീക്ക്നെസ് എന്താണോ, ബലഹീനവശം എന്താണോ, അത് നിന്റെ ശത്രു മനസ്സിലാക്കി ആ വിഷയം പരസ്യമായി ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നെ പറഞ്ഞു പരസ്യമായി നിന്ദിക്കുകയാണോ, നിന്നെ നിന്ദിക്കുകയാണോ, പരിഹസിക്കുകയാണോ, അങ്ങനെ ഉള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ നിന്ദയെ നീക്കി. മനുഷ്യൻ എവിടെയെല്ലാം ഏതൊക്കെ വാക്കു പറഞ്ഞു നിന്നെ നിന്ദിച്ചുവോ ആ മനുഷ്യന്റെ നടുവിൽ തന്നെ ആ നിന്ദയെ നീക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ മാനിച്ച് അനുഗ്രഹിച്ച് അവരുടെ നടുവിൽ നിന്റെ ശിരസ് ഉയർത്തി നീ ദൈവത്തിന് നന്ദി പറയുന്ന, അതായത് സാക്ഷ്യം പറയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ നിന്ദയെ നീക്കിക്കളയുകയാണ്. തിരുവചനത്തിൽ
തലമുറയുമായി ബന്ധപ്പെട്ട് നിന്ന് അനുഭവിച്ച 3 കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിട്ട് ഞാൻ വായിച്ച തിരുവചനത്തിൽ നിന്നും സക്കറിയാവിന്റെയും എലിസബത്തിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് തലമുറയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായിരുന്ന വലിയൊരു സംസാര വിഷയം. സക്കറിയാവ് എന്ന് പറയുന്ന കുടുംബം പുരോഹിത ശുശ്രൂഷകനാണ്, പുരോഹിതനാണ്, ദൈവവേല ചെയ്യുന്ന കുടുംബമാണ് സക്കറിയാവും എലിസബത്തും. ഇവരുടെ പ്രായം എന്ന് പറയുന്നത് വാർദ്ധക്യമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രായം നോക്കി പരിഹസിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കി നിന്നെ നിന്ദിക്കുന്നുണ്ടോ? ഒരിക്കലും രക്ഷപ്പെടത്തില്ല, ഒരിക്കലും അവർക്കൊരു ജയമുണ്ടാകത്തില്ല, ഒരിക്കലും അവർ വിജയത്തിലോട്ട് വരത്തില്ല. നിന്റെ സാഹചര്യം നോക്കി മനുഷ്യന്റെ ഇടയിൽ നീ ഒരു സംസാര വിഷയമാണോ? നീ നിന്ദിക്കുന്ന ഒരു സംസാര വിഷയമാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്നയെ മാറ്റി നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിച്ചു ഉയർത്തുന്ന ദൈവമാണ്. ഇപ്പൊ സക്കറിയാവിന്റെ കുടുംബത്തിൽ അവരുടെ ജീവിത സാഹചര്യം നോക്കി മനുഷ്യന്റെ ഇടയിൽ ഇവരെ കുറിച്ച് പറഞ്ഞ് നിന്ദിക്കുന്ന വാക്കെന്ന് പറയുന്നത്, ഇവർക്ക് വാർദ്ധക്യമായിട്ടും തലമുറയില്ല. പ്രധാനമായി ഒരു നിന്ദിക്കപ്പെടാനുള്ള ഒറ്റ കാരണം, ഇവര് ദൈവവേല ചെയ്യുന്നവരാണ്. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ചില കുടുംബങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ വേലയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഇറങ്ങി നിന്നിട്ട് നാളിതുവരെയായിട്ട് മനുഷ്യൻ നമ്മെ നോക്കുമ്പോൾ അവര് ചിന്തിക്കുന്ന പോലെയുള്ള ഒരു പുരോഗതിയോ ഒരു നന്മയോ സന്തോഷമോ നീ അനുഭവിക്കാതെ നിന്നെക്കുറിച്ച് മനുഷ്യന്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ, പക്ഷേ മാനുഷ്യമായി നോക്കാമെങ്കിൽ ശൂന്യതയാണെന്ന് പറഞ്ഞ് മനുഷ്യന്റെ ഇടയിൽ നീ ഒരു സംസാര വിഷയമാണെങ്കിൽ ഒരു പ്രബോധന ശബ്ദമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ഒരു സംസാര വിഷയം ആൾക്കാരുടെ നടുവിൽ നിന്റെ പേർ ഉച്ചരിച്ച് നിന്നെ നിന്ദിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ആ നിന്ദയെ മാറ്റി നിന്നെ ആ മനുഷ്യന്റെ നടുവിൽ മാനിച്ചു ഉയർത്തുന്ന ദൈവമാണ്. നീ പൂർണ്ണമായി വിശ്വസിക്ക്. ഈ നിന്ദയെ കേട്ടിട്ട് നീ ഒരിക്കലും ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ഏൽപ്പിച്ച ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സക്കറിയാവിനെ എലിസബത്തിനെയും കുറിച്ചുള്ള കുറവുകൾ കണ്ടെത്തി അവർ സംസാരിക്കാൻ നിന്ദിക്കാനുള്ള പ്രധാന കാരണം, ഒന്നാമത് അവർ വാർദ്ധക്യമായിരിക്കുന്നു, രണ്ടാമത് അവരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു തലമുറ ലഭിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ശരീരഭാഗങ്ങൾ വാർദ്ധക്യത്തിലോട്ട് പോയി, മൂന്നാമത് അവർ ദൈവസന്നി നിഷ്കളങ്കതയോടുകൂടെ നേരോടെ ഇരുവരും ദൈവസന്നി നീതിയോടെ ദൈവരാജ്യത്തിന് നിൽക്കുന്നവരാണ്. ഇവരുടെ ജീവിതത്തിൽ ഭവനത്തിലുള്ള ഒരു ബലഹീന എന്ന് പറയുന്ന ഇവർക്കൊരു തലമുറയില്ല, അടുത്ത ജനറേഷൻ ഇല്ല, ശുശ്രൂഷ കൈമാറാൻ അടുത്തൊരു ജനറേഷൻ ഇല്ല. ഇതാണ് ഇവരെ കുറിച്ച് മനുഷ്യന്റെ ഇടയിലെ സംസാര വിഷയം. ഇവരെ നിന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഇവരെ വേദനിപ്പിക്കുകയാണ്. പക്ഷേ ദൈവസന്നിധിയിൽ അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി ദൈവസന്നി ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വാർദ്ധക്യത്തിലും സക്കറിയാവിനും എലിസബത്തിനും ദൈവം, സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുക്കുന്നു. അതാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. നിന്ദിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ ആ അത്ഭുതം സകലർക്കും ഒരു വിടുതലായി തീരും. യോഹന്നാനെ ദൈവം കൊടുക്കുമ്പോൾ സകല മനുഷ്യർക്കും മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കാനുള്ള യേശുവിന് വഴി കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ട് യോഹന്നാൻ ഭൂമി ജനിക്കപ്പെട്ടു. അത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഏതെങ്കിലും മേഖലയിൽ മനുഷ്യന്റെ ഇടയിൽ നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ജോലി സ്ഥലത്താണോ, നിന്റെ ഭവനത്തിലാണോ, ദേശത്തിലാണോ, സമൂഹത്തിലാണോ, നിന്റെ കൂട്ടുകാരുടെ നടുവിലാണോ, നിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി
മനുഷ്യർ നിന്നെ ഈ വാക്കുകൾ പറഞ്ഞ് നിന്നെ നിന്ദിക്കുന്നുവെങ്കിൽ നിന്ദിക്കുന്ന മേഖലയിൽ നിന്നെ മാനിച്ചുയർത്തുന്ന ദൈവമാണ് നീ കർത്താവിനോട് ചേർന്നിരിക്കുക. തിരുവചനത്തിൽ തലമുറയുമായി ആൾക്കാരുടെ നടുവിൽ സംസാര വിഷയമായി നിന്ദിക്കപ്പെട്ട 3 കുടുംബമാണ്. ഒന്ന് സഖറിയാവിന്റെ എലിസബത്തിന്റെ കുടുംബം. രണ്ടാമത്തെ കുടുംബമാണ് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു, ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് സാറയുടെയും അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ഈ കുടുംബത്തിന്റെ പ്രത്യേകത, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിയ ദൈവമക്കൾ. ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും തലമുറ തരും. പക്ഷെ നാളിതുവരെയായി ഇവരുടെ ജീവിത സാഹചര്യം നോക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സായി, സാറയ്ക്ക് 90 വയസ്സായി. പക്ഷേ ഇവരുടെ ദൈവം തലമുറയെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും വാർദ്ധക്യമായി തലമുറയില്ല. മനുഷ്യന്റെ ഇടയിൽ ഈ കുടുംബം ഒരു സംസാര വിഷയമാണ്. മനുഷ്യന്റെ ഇടയിൽ ഈ കുടുംബം ഒരു നിന്ദയുടെ കുടുംബമായി തീർന്നിരിക്കുന്നു. അതാണ് സാറ പറയുന്നത്, അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു, ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തലമുറ ഇല്ലാത്ത മേഖലയിൽ അബ്രഹാമും സാറയും നിന്ന അനുഭവിച്ചു. ഈ നിന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിരുന്നു. ഈ നിന്നയെ സ്വർഗത്തിലെ ദൈവം നിന്ദിച്ചവരുടെ നടുവിൽ വെച്ച് തന്നെ ദൈവം അബ്രഹാമിനെ സാറയെ അനുഗ്രഹിച്ചു. വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ കൊടുത്തു. ഇസഹാക്ക് സകലർക്കും ഒരു അനുഗ്രഹമായിരുന്നു. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചപ്പോ 100, 60, 30 മേനി വിളവ് ഇസഹാക്കിന് ലഭിച്ചു. ഇസഹാക്ക് സമ്പന്നനായി, ഇസഹാക്ക് വർദ്ധിച്ചു വരുന്നത് കണ്ട് ഫെലിസ്ത്യർക്ക് തന്നെ ഭയമായി അവിടുന്ന് ഓടിക്കുവാൻ നോക്കി. അതേ പ്രിയപ്പെട്ടവരെ, നീ നിന്ദിക്കപ്പെട്ട വിഷയത്തിൽ ഒരു മറുപടി വരുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയപ്പെടുമാറ്, മറ്റുള്ളവർ നോക്കുമ്പോൾ നിന്ദിച്ച വിഷയം തുറന്നു വന്നപ്പോൾ അത് വർധനയിലേക്ക് വരികയാണ്, അത് വളർച്ചയിലേക്ക് വരികയാണ്. ആ വിഷയം ദൈവം നിന്നെ മാനിച്ച് ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ ശത്രുക്കൾക്ക് നീ ഒരു ഭയമായി തീരും, ഒരു ഭീഷണിയായി തീരും. ദൈവസന്നിധിയിൽ നിങ്ങളുടെ കാലത്തിലോട്ട് നോക്കി, വർഷങ്ങളിലേക്ക് നോക്കി, വർഷം ഇതുവരെയായി ദൈവം പറഞ്ഞു വാഗ്ദത്തമുണ്ടെന്ന്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നീ ഭാരപ്പെട്ടു പോകരുത്. അബ്രഹാമും സാറയും വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു. സ്ത്രീകൾക്കുള്ള മുറകൾ നഷ്ടമായി, പുത്രോത്പാദനത്തിന്റെ ശക്തി ക്ഷയിച്ചു. പക്ഷേ എങ്കിലും വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്തവനാണ്. അവർ ദൈവസന്നിധിയിൽ വിശ്വസിച്ചു, ആ വിശ്വാസം പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അനുഗ്രഹിക്കപ്പെട്ട ഇസ്ഹാക്കിനെ ദൈവം കൊടുത്തു. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട്, കുടുംബത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നീ ഏതു മേഖലയിലാണോ മനുഷ്യന്റെ ഇടയിൽ എടുത്തു പറഞ്ഞ് നിന്നെ നിന്ദിക്കുന്നുവോ, ആ നിന്നയെ സ്വർഗത്തിലെ ദൈവം ഉരുട്ടിക്കളയുമ്പോ ആ നിന്ന ഏറ്റവും അനുഗ്രഹമായി തീരും. ആ അനുഗ്രഹം കണ്ട് ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് അവർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിന്റെ മേഖല മാറും. ഒറ്റ കാര്യം, വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ ദൈവത്തോട് നീ ചേർന്നിരിക്കണം. നീ ചേർന്നിരുന്നാൽ മതി. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ നിന്ന മാറിപ്പോവുകയാണ്, നീ അനുഭവിക്കുന്ന നിന്ന മാറിപ്പോവുകയാണ്. മനുഷ്യൻ നിന്റെ പേര് പറഞ്ഞ് അപമാനിച്ച് നിന്നെ നിന്ദിക്കുന്ന മേഖലകൾ നീക്കി, നിന്റെ പേര് പറഞ്ഞ് വിധിയെഴി ഇതിനപ്പുറം നീ പോകത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ആ നിന്നയുടെ വിധിരേഖകളെ പരിശുദ്ധാത്മ കീറിക്കളഞ്ഞ് നിന്നെ ഒരു അത്ഭുതകരമായി പരിശുദ്ധാത്മ പുറത്തെടുക്കും. നീ കർത്താവിൽ ഉറച്ചു നിന്നാൽ മാത്രം മതി. തലമുറയുമായി ബന്ധപ്പെട്ട് നിന്ദിക്കപ്പെട്ട 3ാമത്തെ ഒരു കുടുംബമാണ്. ആ കുടുംബം 1 ശമൂവേൽ പുസ്തകം 1:6 വാക്യം ഇങ്ങനെയാണ്: യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം
വളരെ മുഷിപ്പിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം 1:27 നോക്കുമ്പോൾ, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ എനിക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ മൂന്നാമത് തലമുറയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഇടയിൽ നിന്ന് അനുഭവിച്ച വ്യക്തിയാണ് ഹന്ന. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് പെനീന, ഒന്ന് ഹന്നയാണ്. എന്നാൽ പെനീനയ്ക്ക് തലമുറ ലഭിച്ചു, ഹന്നയ്ക്ക് തലമുറ ലഭിക്കുന്നില്ല. നിരന്തരമായി പെനീന ഹന്നയെ മുഷിപ്പിക്കുകയാണ്, നിന്ദിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. എനിക്ക് തലമുറയുണ്ട്, നിനക്ക് തലമുറയില്ല, നീ മച്ചിയാണ്. അപ്പൊ കണ്ടോ, മനുഷ്യന്റെ ഇടയിൽ ഏതൊരു മനുഷ്യന്റെ ഇടയിൽ നീ നിന്ദിക്കപ്പെടുന്ന ഏതു വിഷയമാണോ, ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടാൽ മറ്റുള്ളവർ അസൂയപ്പെടുമാറ് പരിശുദ്ധാത്മാവ് ആ മേഖലയിൽ ഒരു വർധനവ്, മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ നിന്ദിക്കപ്പെട്ട വിഷയത്തെ ദൈവം മാനിച്ച് ആ സ്ഥിതികൾ മാറ്റി, ആ നിന്നയെ ഉരുട്ടി, നീ ഏതു വിഷയമാണോ നിന്നെ അനുഭവിച്ചത്, ആ മേഖലയിൽ നീ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. ഹന്നയുടെ ജീവിതത്തിൽ പെനീന നിരന്തരമായി തലമുറയില്ലെന്ന് പറഞ്ഞ് അവളെ നിന്ദിക്കുകയാണ്. ഈ വേദന മനുഷ്യനോട് ആരോടും അവൾ പറഞ്ഞില്ല. അവള് ദൈവസന്നിധിച്ചെന്ന് അവളെ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന ഏലി പുരോഹിതൻ കണ്ടിട്ട്, നീ വീഞ്ഞു കുടിച്ചിരിക്കുന്നു, ലഹരി മാറട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവൾ പുരോഹിതനോട് പറഞ്ഞു, അല്ലയോ പുരോഹിതനെ, നീ ചിന്തിക്കുന്ന ഒരു നീച സ്ത്രീയല്ല ഞാൻ. എന്റെ സങ്കടം ദൈവസന്നി ഞാൻ പകരുകയാണ്. കാരണം ഒരു തലമുറ ഇല്ലാഞ്ഞതുകൊണ്ട് മനുഷ്യന്റെ ഇടയിൽ ഞാൻ അനുഭവിക്കുന്ന നിന്ന എനിക്ക് സഹിക്കാൻ മേല. ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ അത് സംഭവിക്കട്ടെ, നീ ധൈര്യത്തോടെ സമാധാനത്തോടെ മടങ്ങിപ്പോവുക. പ്രിയപ്പെട്ടവരെ, 1 വർഷം കഴിഞ്ഞപ്പോ അവളുടെ ജീവിതത്തിൽ അവൾ ഗർഭിണിയായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ശമൂവേൽ പ്രവാചകനെ ദൈവം അവൾക്ക് കൊടുത്തു. അവള് ദൈവസന്നി നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു ആൺകുട്ടിയെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കും. അതാണ് വായിച്ചത് 1 ശമൂവേലിന്റെ പുസ്തകം 1:27. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് ഈ നിമിഷത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന ആരോടും പരിശുദ്ധാത്മ പറയുന്നു, ഒരു തലമുറ നിനക്കില്ലാത്ത വിഷയം മുഖാന്തരം മനുഷ്യന്റെ ഇടയിൽ നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നുവോ? ഈ 3 കുടുംബങ്ങളും അങ്ങനെയുള്ള ദൈവമക്കൾക്ക് മാതൃകയാണ്. ഈ 3 കുടുംബത്തിലുള്ളവരും നിരാശപ്പെടുന്നില്ല, അവർ ഭാരപ്പെട്ടു പോകുന്നില്ല. അവരാശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൽ അവർ ഉറച്ചു നിന്ന് അവരെ സങ്കടം ദൈവകരങ്ങൾ കൊടുത്ത് അവർ ദൈവസന്നി ഉടമ്പടിയെടുത്ത് വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറയുടെ വിഷയമായി നിന്നെ അനുഭവിച്ച ആ നിന്നയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നീക്കിക്കളയുകയാണ്. ഹന്നയ്ക്ക് ലഭിച്ചതായ ശമൂവേൽ പ്രവാചകൻ താൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ആലയത്തിൽ വളർന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായി, ദർശനമുള്ളവനായി, ഈ ശമൂവേലിന്റെ മുന്നിൽ ഏതൊരു കള്ളങ്ങളും ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം ആത്മമണ്ഡലങ്ങൾ ഓപ്പണായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ശമൂവേൽ പ്രവാചകനിലൂടെ ചെയ്തെടുത്തു. ഈ 3 കുടുംബങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഈ 3 കുടുംബത്തിന്റെ തലമുറ ഇല്ലാത്ത മനുഷ്യന്റെ ഇടയിലും നിന്ന ദൈവം നീക്കിയപ്പോ ഈ 3 തലമുറകളെയും 66 പുസ്തകമായ സത്യവേദ പുസ്തകത്തിൽ പ്രധാന വ്യക്തികളായിട്ട് ഇസഹാക്കിനെയും യോഹന്നാനെയും ശമൂവേൽ പ്രവാചകനെയും നമുക്ക് അന്നും ഇന്നും ഇനിയുള്ള തലമുറകൾക്കും ദൈവമക്കൾക്കും മാതൃകയായി തിരുവചന ഏടുകളിൽ എഴുതി വച്ചിരിക്കുന്നതിന്റെ കാരണമെന്ന് അറിയാമോ? ഈ തലമുറകളുടെ അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക മാത്രമല്ല, അവർ തലമുറയുടെ വിഷയത്തിൽ നിന്നെ അനുഭവിച്ചപ്പോൾ ദൈവത്തോട് അവർ സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരനുഭവിച്ച മനുഷ്യന്റെ ഇടയിലും നിന്നയെ മാറ്റി ദൈവം വലിയൊരു ബ്ലെസ്സിങ് കൊടുത്തു, അനുഗ്രഹിച്ചു. അത് സകലർക്കും ആ തലമുറ ഒരു അനുഗ്രഹമായി തീർന്നു. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു,
നിന്റെ ഏതു സാഹചര്യങ്ങളായിരുന്നാലും, മനുഷ്യന്റെ ഇടയിലെ ഏത് നിന്ദകളായിക്കൊള്ളട്ടെ, മനുഷ്യൻ നിന്നെ ഏത് വാക്കു പറഞ്ഞ് നിന്ദിച്ചോട്ടെ, അപമാനിച്ചോട്ടെ, പരിഹസിക്കട്ടെ, പൊട്ടിച്ചിരിക്കട്ടെ, നീ ഭാരപ്പെടരുത്. അവിടെ മൗനമായി സ്തോത്രം പറഞ്ഞ വിഷയത്തെ ദൈവകരത്തിൽ കൊടുക്ക്. നിന്നെ ഏത് വിഷയത്തിലാണ് കുറവുകൾ കണ്ട് നിന്നെ പരിഹസിച്ചുവോ ആ മേഖലയിൽ പരിശുദ്ധാത്മാവ് നിന്നെ മാനിച്ചുയർത്തി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഒരു അനുഗ്രഹമാക്കി, ഒരത്ഭുതമാക്കി, മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന മേഖലയിൽ പരിശുദ്ധാത്മാവ് നിന്നെ മാനിച്ചുയർത്തുമെന്ന് ഈ തിരുവചനത്തിലൂടെ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയുള്ള ചില കുടുംബത്തോട് ദൈവാത്മാവ് ധൈര്യമായിരിക്കുക. നിന്റെ നിന്ന മാറിപ്പോകുന്നു, നിന്നെ അപമാനിക്കുന്ന മണ്ഡലം മാറിപ്പോകുന്നു, നിന്നയെ ഉരുട്ടി നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കുന്നു. എന്നോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവേ, ഈ ദൈവശബ്ദം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഇവരേതു മേഖലയിലാണോ നിന്ന അനുഭവിക്കുന്നത്, ആ നിന്ന മാറി ഇവരുടെ ജീവിതത്തിൽ ഇവരൊരു അനുഗ്രഹമായി വർത്തിച്ചു വർത്തിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവകൃപ അവരോട് കൂടെ ഇരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.